ഒന്ന് മറച്ചു വെക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് അതുകൊണ്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം കല്ലേരിയെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി അവരുടെ റൂമിൽ പോയി സംഭവം പറയണം. കാരണം ഞാൻ ഒരുപാട് ഈ അച്ഛന് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിയിൽ ഉള്ളതായിട്ട് ഞാൻ അധിക പരിപാടിയിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ കേൾക്കാറുണ്ട്. നിങ്ങളെ പരിപാടിയും അവരെ പരിപാടിയും ഒക്കെ കേൾക്കാറുണ്ട്. ഈ പരിപാടികളിൽ ഒക്കെ പങ്കെടുത്തപ്പോഴൊക്കെ എനിക്ക് കാണിക്കാൻ സാധിച്ചത് അമ്മാവൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെ മോശമായ അഭിപ്രായമാണ്. കാരണം കുറച്ച് നമ്മുടെ ഈ ക്ലാസ് റൂം, എന്റെ എന്നല്ല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഇതിൽ കാണുന്നുണ്ട്. കാരണം ഈ റൂമിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെയധികം മോശമായ ടെസ്റ്റുകൾ മറ്റുള്ള നിങ്ങൾ ഈ റൂമിലാണോ വന്നത്, പിന്നെ നിങ്ങൾക്ക് പിന്നെ മലയാളം ക്ലാസ് റൂമിൽ പോയിക്കൂടെ, അവിടെ പോയി അന്വേഷിച്ചൂടെ, അവിടെ പോയി പഠിച്ചൂടെ, ഉസ്താദിനെ കുറ്റം പറയുന്ന ക്ലാസ്സാണ്, ഫിത്ന ഉണ്ടാക്കുന്ന ക്ലാസ്സാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായ ടെസ്റ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതിനൊക്കെ മറുപടി അപ്പോൾ എനിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് പതിവ്. അപ്പോ ഇപ്പോൾ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ വായിക്കാനുള്ള ഈ സംസാരത്തിൽ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് ഈ കല്ലേരിയെ പോലത്തെ ആളോട് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് റൂമിൽ അവിടെ പോയിട്ട് പറയണം. കാരണം എന്ന് വെച്ചാൽ മറ്റു ക്ലാസ് റൂമിൽ പോകുന്നവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം നിങ്ങൾ നിർത്തണം. കാരണം ഞാനത് ഒരുപാട് കാരണം ഞാൻ ഒരു സമസ്ത കെ വിഭാഗം ഏറ്റുകാരനുമായിട്ട് പറയുന്നതല്ല. തമാവൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ വളരെയധികം ഒരു ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ അപ്പുറത്തെ ക്ലാസ് റൂമിൽ ചെയ്യുന്നത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തണം, അതിന് മറുപടിയും പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ദിൽവാല അവിടെയില്ലേ? ദിൽവാല എന്നുള്ള സുഹൃത്ത് അവിടെ ഉണ്ടോ? ടെക്സ്റ്റ് ഡോട്ട് മാറ്റിണ്ട്. നിങ്ങളൊന്ന് മൈക്ക് എടുക്കാത്ത അവിടെ ഉണ്ടോ? ഒരു ടെക്സ്റ്റ് അടിച്ച്. ദിൽവാല, ഹൃദയമുള്ള ആള്, അയാൾ പോയോ? പഠിച്ചോനെ. അടുത്തത് അബുനിഷാദ് അവിടെ ഉണ്ടോ? അബുനിഷാദ്, നിങ്ങളുടെ ടെക്സ്റ്റ് ഡോട്ട് മാറ്റിയിട്ടുണ്ട്. അബുനിഷാദ് അവിടെ ഉണ്ടോ? കാരണം ഒരുപാട് ആള് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അബുനിഷാദ് ഉണ്ടല്ലേ? ഓക്കെ, അബുനിഷാദ് മൈക്കിലേക്ക് വന്നോളൂ. മറ്റാരും മൈക്കിലേക്ക് ചാടരുത്, ഡോട്ട് ഇടേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായിട്ട് ഈ ക്ലാസ് റൂമിന് എന്റെ എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. കാരണം ഞാൻ ഒരു നാട്ടിൽ നിന്ന് വിട്ട് ഒരു പ്രവാസിയാണ്. അപ്പൊ ഈ വിഷയത്തില് വളരെ നേരത്തെ തന്നെ ഇതിന്റെ സത്യങ്ങൾ അറിയാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന ഒരാളാണ് ഈ ക്ലാസ് റൂമിനെയും അതുപോലെ തന്നെ ഇതിന്റെ വിമർശകരെയും അവരുടെ ക്ലാസ് റൂമിൽ. അപ്പോ അവസാനം ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി തന്ന എല്ലാവർക്കും ഈ ക്ലാസ് റൂമിനും എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ മാത്രം വേണ്ടിയാണ് ഞാൻ മൈക്കെടുത്തത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. എന്നും വരിക റൂമിൽ, എന്നും സജീവമാകുക റൂമിൽ. മോനു കെ വി മൈക്കിലേക്ക് വരും. മോനു കെ വി എവിടെ ഉണ്ടോ? മോനു കെ വി ഒരു ടെക്സ്റ്റ് അടിച്ച്. മോനു കെ വി എവിടെ ഉണ്ടോ? മോനു കെ വി അവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡോട്ട് ഇടേണ്ടി വരും. പെട്ടെന്ന് പറയാ. മോനു കെ വി അവിടെ ഉണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് അടിക്കുക. സാഹിബ് എന്നുള്ള മൈക്കിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ നേരത്തെ മൈക്കിൽ വന്നതായിരുന്നു, പിന്നെ നിങ്ങൾ ഡോട്ടടിച്ചുകൊണ്ട് താഴെ വീണു, വീണ്ടും കൈവത്തി ക്യൂയിലേക്ക് വന്നതാണ്. ഇതാ ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് മൈക്ക് തരുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യം പൂർത്തിയാക്കിയിട്ടില്ല. ഉസ്താദന്മാരോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. അതിന് കൃത്യമായിട്ട് മറുപടി തരാൻ പറ്റുമോ? അതിന് വേറെ സമയം ആണെങ്കിൽ വേറെ സമയം, അല്ലെങ്കിൽ ഇപ്പോൾ തയ്യാറുണ്ടോന്ന് ചോദിച്ച് തയ്യാറുണ്ടോന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് സമയമായാലും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഉസ്താദുമാർ അതിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ആരൊക്കെയോ മൈക്ക് എടുത്ത് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് ഉസ്താദുമാരെ എടുത്തുനിന്ന് മറുപടി കിട്ടിയാലല്ലേ എനിക്ക്. റഷീദ് കല്ലേരി എന്റെ സുഹൃത്താണെങ്കിലും പറയുന്നതിൽ ഇത്തിരി വിഷമമുണ്ട്. മൂട്ടയെ കൊല്ലാൻ ഒലക്ക വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദുമാരൊക്കെ താഴ്ത്തി നിൽക്കുന്നത്. നിങ്ങളെ മൂട്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് നമ്മൾ സാധാരണക്കാർ തന്നെ ധാരാളമാണ്. ഞാന് നൗഷാദ് സാഹിബ് ഒരു സാധാരണക്കാരനാണ്, സിദ്ദീഖ് കരിമ്പര ഒരു സാധാരണക്കാരനാണ്, ഞങ്ങൾ തന്നെ ധാരാളമാണ്. ആ സിദ്ദീഖ് കരിമ്പർക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞു. ഏതാ മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് റഷീദ് കല്ലേരി സാഹിബ് ആ ചോദ്യങ്ങൾ ചോദിക്കൂ. ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉസ്താദുമാർക്ക് റെഫർ ചെയ്യും. നമ്മൾ അറിയാത്ത കാര്യം പറയാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുക, ആളുകൾ പഠിക്കട്ടെ ആ ചോദ്യം. ഏതായാലും സിദ്ദീഖ് കരിമ്പർ സാഹിബിന് മൈക്ക് വേണമെന്ന് പറഞ്ഞു. മറ്റാരും മൈക്ക് എടുക്കരുത്. സിദ്ദീഖ് കരിമ്പർ സാഹിബ് എടുത്തിട്ട് വീണ്ടും റഷീദ് കല്ലേരി തന്നെ മൈക്കിലേക്ക് വരട്ടെ. അദ്ദേഹം ചോദ്യം ചോദിക്കട്ടെ. മൈക്ക് റിലീസ് ചെയ്യുന്നു. റഷീദ് കല്ലേരി സാഹിബ് ഒന്നുകൂടി പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത്ര നന്നായിരുന്നു. നാട്ടിൽ നിന്ന് ഒരുപാട് ആൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം എല്ലാവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഏതായിരുന്നാലും നമ്മുടെ ക്ലാസ് റൂമിന്റെ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുക. കാരണം എന്തെന്ന് ചോദിച്ചാല് നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂം തുടങ്ങി ഇപ്പോ കൂടുതൽ നിഷ്പക്ഷവാദികളായിരിക്കുന്ന ആളുകൾ പോലും ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഉപയോഗങ്ങളും അതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എന്തെന്ന് ചോദിച്ചാൽ സത്യം ബോധ്യപ്പെട്ടു തുടങ്ങി എന്നുള്ളത് പല ആളുകളും മൈക്കെടുത്ത് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള റൂമിൽ പോയിട്ടുള്ള അവിടെ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് ഒന്ന് DND ആക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വന്നു. പിന്നെ നമ്മുടെ റഷീദ് കല്ലേരി, നേരത്തെ നിങ്ങൾ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന്. നേരത്തെ നമ്മുടെ ARCKP പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ല, നൗഷാദ് അഹ്സനി ആയാലും വഹാബി സക്കാഫി ആയാലും അതല്ല, നിങ്ങൾ ആരായാലും കേൾവിക്കാരൻ തന്നെ ആയാലും ശരി, നിങ്ങളൊരു പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുവരൂ. ഞങ്ങൾക്ക് ഒരു നിബന്ധനയേ ഉള്ളൂ, മർക്കസിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വ്യാജമുടി, ആ വ്യാജമുടിയുമായിട്ട് ഞങ്ങൾ ഏത് സമയവും സംവാദത്തിന് തയ്യാറാണ്. അതിന് നിങ്ങളിപ്പോ 5 പ്രാവശ്യം മൈക്കെടുത്തു. നിങ്ങൾ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ലല്ലോ. ഒരു ചോദ്യം പോലും അയാൾ ചോദിക്കണം. അയാൾ പറഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ചു, ഇതിന്റെ മുമ്പ് ചോദിച്ചു, അങ്ങനെ ചോദിച്ചു. ആ സംസാരത്തിന് ഒരു കാര്യമില്ല. കാരണം എന്താരോ, നിങ്ങളെപ്പോലത്തെ പല ആളുകൾക്കും ഇവിടെ സംശയം തീർക്കാണ്ട്, പല ആളുകൾക്കും സംശയം തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 5 പ്രാവശ്യം മൈക്കെടുത്ത് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ട്. കാരണം എന്താണ്, നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് അതിന് വളരെ കറക്റ്റായി, ഞങ്ങൾ മർക്കസ് നിന്ന് സക്കാഫി ബിരുദല്ലല്ലോ എടുത്തത്. ഞങ്ങൾ സമസ്തന്റെ മദ്രസയിൽ നല്ല അദബോട് ചുറ്റോട് കൂടിയിട്ട് ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെയും കാളമ്പാടി ഉസ്താദിന്റെയും കീഴിലാണ് ഞങ്ങൾ പോരുന്നത്. അതുകൊണ്ട് റഷീദ് കല്ലേരിയോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം. ഇവിടെ ഇല്ല, ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും, നിങ്ങളെ റൂമിനെ പോലെയല്ല, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ പോലെ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും അത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരും. അതിന് നിങ്ങൾ വരാം. അതല്ല, നിങ്ങൾക്ക് വല്ല സംവാദം ചർച്ചയാണ് തയ്യാറ് എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നൗഷാദ് സാഹിബുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസ്ഥ ഞങ്ങൾ പറയാം. നിങ്ങളെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും, നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, എവിടെയാണ് സ്ഥലം, അതൊക്കെ വളരെ വ്യക്തമാക്ക്. ഞങ്ങൾക്കൊക്കെ അഡ്രസ്സുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ ഞങ്ങളെ സ്വന്തം പേരിൽ ഇവിടെ വന്നുകൊണ്ട് പറയുന്നു ഞാനൊരു SKSSF കാരനാണ്, മൊറയൂർ പഞ്ചായത്തുകാരനാണ്, അരിമ്പ്രക്കാരനാണ് എന്നൊക്കെ പറയുന്നു, വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളെ നാടും പേരും വീടൊക്കെ വ്യക്തമാക്കിയിട്ട് ടെലിഫോൺ നമ്പറും തന്നുകൊണ്ട് വ്യവസ്ഥ എഴുതിയിട്ട് നമ്മൾ തയ്യാറായിട്ട് പരിപാടി. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യവസ്ഥ വേണമെന്ന് തന്നെ പറഞ്ഞത്. കാരണം നിങ്ങൾ അതിൽ നിങ്ങൾ ചർച്ചക്കുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, എപ്പോഴും തയ്യാറാണ്. ഇനി നാളെ നിങ്ങൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾ PM ചെയ്തുകൊണ്ട് നൗഷാദ് സാഹിബുമായിട്ട് ബന്ധപ്പെടാം, ഞാനും ബന്ധപ്പെടാം. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ARCKP പ്ലീസ് മൈക്ക് ചാടാതിരിക്കുക. കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. അഡ്രസ്സ് കൂടി അഡ്രസ്സിലൊക്കെ പറയാന് സമയം നിങ്ങളൊന്ന് അനുവദിക്കുക. ഒന്ന്, നിങ്ങൾ നേരത്തെ ആ പറഞ്ഞ കാര്യത്തിന് ARCKP ഡയലോഗ് അടിച്ചു, കാരണം എന്തെന്നാ മുട്ടയൊക്കെ എല്ലാം പീരങ്കി വേണ്ടെന്ന്. എന്നാലും ഞാൻ ARCKPയോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ അമ്പലക്കാട് ഫൈസിയോട് മെഞ്ഞാന്ന് ഞാൻ 2 ചോദ്യം ചോദിച്ചു. ആ എന്റെ ചോദ്യത്തിന് അമ്പൽ ഫൈസി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ARCKP അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് എന്നെ വിളിക്കുകയാണ്. വെല്ലുവിളിയായി നിങ്ങളുടെ വലിയ പീരങ്കി. അതിന് മാത്രമുള്ള എന്ത് ചോദ്യമാണ് ചോദിച്ചത് റഷീദ് കല്ലേരി? അതിന് മാത്രം വരുന്ന എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഒരു മിനിറ്റ്, നിങ്ങൾ അതേ ചോദ്യം ഇവിടെ നിന്ന് വീണ്ടും ആവർത്തിച്ച്. ഇങ്ങനെ കള്ളം പറയരുത് റഷീദ് കല്ലേരി സാഹിബ്. നിങ്ങൾ ആ ചോദ്യം ഇവിടെ ചോദിക്കൂ. നിങ്ങൾ ആ ചോദ്യം ചോദിക്കൂ. മിഞ്ഞാന്ന് അമ്പലക്കട വൈസി ഉസ്താദിന്റെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ മാന്യമായിക്കൊണ്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെ ശാന്തനായിക്കൊണ്ട്, വളരെ നന്നായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് കല്ലേരി ഇങ്ങനെ? നിങ്ങൾ ആ ചോദ്യം ഒന്നും കൂടി ഒന്ന് ഇവിടെ ചോദിച്ചേ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട്. ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ചെറിയ നിങ്ങളുടെ നിന്ന് വരുന്ന ചെറിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകർ തന്നെ ധാരാളമാണ് എന്നാണ് പറഞ്ഞത് ഞാൻ. അല്ലാതെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ റഷീദ് കല്ലേരിയെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കുകയുമില്ല. ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് വീണ്ടും മൈക്കിലേക്ക് അങ്ങ് തന്നെ മൈക്കിലേക്ക് വന്നിട്ട് ആ വലിയ ഒരു ആന പോലുള്ള ആ ചോദ്യം ഒന്ന് ചോദിച്ചേ. ഞങ്ങൾ നോക്കട്ടെ എന്താണ് ആ ചോദ്യം എന്ന്. മൈക്ക് വിട്ടു.
അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അഡ്മിന്മാർ, ഉസ്താദ്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഈ റഷീദ് കല്ലേരി നമ്മുടെ ചർച്ച മുടക്കുകയാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, ഇദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പല ആളുകളും എനിക്ക് PM ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ അത് മാത്രം അത് കോട്ട് ചെയ്തുകൊണ്ട് ഇവരെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇടാനുള്ള, അവിടെ റൂമിൽ ചോദിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തന്നെ പറയണ്ടല്ലോ SS എന്ന്. അതുകൊണ്ട് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് എന്താ, അതുകൊണ്ട് തന്നെ ഞാൻ തീർത്ത് പറയുന്നു, ഇതും കൂടി ആ റെക്കോർഡിന്റെ കൂട്ടത്തിൽ വെച്ചോ, എവിടെ വെച്ചും ഏത് സമയത്തും എപ്പോഴും ഞങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക് തയ്യാർ. അതും കൂടി ആ റൂമിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളൂ, വേറൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാതെ വേറെ എന്തെങ്കിലും ചോദ്യമാണെങ്കിൽ എന്റെ അഭിപ്രായം അദ്ദേഹത്തിന് ഡോട്ട് കൊടുത്തിട്ട് അവിടെ എത്താൻ മതി. അദ്ദേഹം ഇന്നലെ അമീദ് ഫൈസിയോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, അതിനൊരു ഉത്തരം മാന്യമായിട്ട് തരട്ടെ. ആ ഉത്തരം മാന്യമായിട്ട് തരിക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷമുള്ള പരിപാടിയിൽ പോവാം. എന്താണ് അദ്ദേഹം ചോദിക്കാനുള്ളത്, ആ ചോദ്യം ഇവിടെ ചോദിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, ഒരു മിനിറ്റ്. ദഹ്റാൻ എന്നുള്ള സുഹൃത്ത് ഒരു മിനിറ്റ്. റഷീദ് കല്ലേരി സാഹിബ്, നിങ്ങളെയാണ് അദ്ദേഹത്തിന് ഡോട്ട് ഉണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പൊ S എന്ന് അടിച്ചിട്ടുണ്ട്, ഡോട്ട് ഇല്ലാന്ന് തോന്നുന്നു. എങ്കിലും ഒന്ന് കൺഫേം ചെയ്തോളൂ. ഡോട്ടില്ലല്ലോ, മൈക്ക് ഡോട്ടില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇതിൽ വന്നിട്ട് നമ്മളൊന്ന് കേൾക്കട്ടെ. ഇനി അങ്ങനെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ സുന്നിസം ഈ പാതിരാക്കി തന്നെ അമ്പലക്കട പൈസ ഉസ്താദിനെ വിളിച്ചിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ പഠിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട റഷീദ് കല്ലേരി സാഹിബ് മൈക്കിലേക്ക് വന്നുകൊണ്ട് ആ ചോദ്യം ഒന്ന് ചോദിക്കണം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം, അതിനുശേഷം നിങ്ങൾ ഒരു മറുപടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡോട്ട് അടിച്ച് അല്ലെ ഒരു ഉപയോധി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനല്ല. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പീരങ്കിയായ ഹമീദ് ഫൈസി തന്ന മറുപടി ആയിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യാൻ നിങ്ങളിപ്പോ ആരുമില്ല. ഒന്നും കൂടിയും പറഞ്ഞാൽ മറുപടി തരാമെന്നാ നിങ്ങൾ പറയുന്നത്. പിന്നെ പീരങ്കി തരാത്ത മറുപടി നിങ്ങൾക്കാവും. അതുകൊണ്ട് ആ മറുപടി ആയിട്ടുണ്ടോ എന്നുള്ളൊരു ചർച്ച ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ? അതാണ് ഞാൻ ചോദിച്ചത്. പീരങ്കിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് മാത്രം സുഹൃത്തെ, എന്തിനാണ് ഇങ്ങനെ ഇത്ര ആളുകൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ആ ചോദ്യം കേൾക്കാനാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദ്യം ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദ്യം ചോദിക്കുക. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ആൾക്ക് ഇൻഷാ അല്ലാഹ് മൈക്ക്, നിയാസ് ഉദവി ഉസ്താദിന് മൈക്ക് വേണമെന്ന് പറഞ്ഞു. വെറുതെ ആളുകളെ വെറുതെ സ്വിപ്പാക്കരുത്. ജിഷാൻ മാഹി, പിന്നെ ജിഷാൻ മാഹി എന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് താഴത്തുണ്ട്. ജിഷാൻ മാഹി ക്ഷമിക്കണം, എല്ലാവർക്കും മൈക്കിലേക്ക് വരാം. പിന്നെ ക്യൂ നിന്നുകൊണ്ട് എല്ലാവർക്കും മൈക്കിലേക്ക് വരാം. തുല്യ സമയം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ റൂമിൽ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ റൂമിൽ അങ്ങനെ തുല്യ സമയം ഉണ്ടാകാറുണ്ടോ? ഇത് ഓപ്പൺ ഫോർ ആണ്, ഇവിടെ എന്നും നടക്കുന്നതാണ്. 12 മണി വരെ രാത്രി സൗദി ടൈം 12 മണി വരെ. അതിന് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ച് വീണ്ടും ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത്ര അല്ലാതെ തുല്യ സമയം അങ്ങനെ ഒരു ഇത് എവിടെയില്ലല്ലോ. നിങ്ങളുടെ റൂമിലുണ്ടോ? അതുകൊണ്ട് പിന്നെ സംവാദം, അത് നേരത്തെ അതിന് മറുപടി പറഞ്ഞല്ലോ. സിദ്ദീഖ് കരിമ്പ സാഹിബ് പറഞ്ഞു നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു റൂമിൽ വെച്ചിട്ട് പിന്നെ തുല്യമായിട്ടുള്ള സമയം വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അതല്ലാതെ ഇപ്പം ആരും മൈക്ക് ചാടരുത്. ഏതായാലും നിയാസുദ്ദീൻ ഉസ്താദ് മൈക്ക് ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാന് പിന്നെ റഷീദ് കല്ലേരി എന്നുള്ള എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. അദ്ദേഹം കുറെ നേരമായി കാണിക്കുന്ന എന്താ പറയാ ഒരു വികൃതിയോ മറ്റെന്തെങ്കിലും പദങ്ങൾ പറയേണ്ടി വരും. കണ്ടപ്പോ ഒന്ന് എടുത്തതാണ്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ വഴി തെറ്റിക്കാനുള്ള പിന്നെ വളരെ ബോധപൂർവമായ ഒരു ശ്രമം നടത്താണ്. വെറുതെ അദ്ദേഹം ഒരു വട്ട് കളിക്കുന്നത് പോലെ തോന്നിപ്പോയി. എന്തോ ഒരു ബുദ്ധിസ്ഥിരതയില്ല. ഞാൻ കുറ്റം പറയല്ല, പക്ഷെ